അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തറിയത്തിനെ പറ്റിയിട്ടാണ്. ഇത്തറിയത്തിൻ്റെ പ്രൈസ് അനാലിസിസിനെ പറ്റിയിട്ടും ഇത്തറിയത്തിൻ്റെ ഒരു ഓവർവ്യൂവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഞാൻ എപ്പോഴാണ് ഇത്തറിയം ഈ ഒരു മാർക്കറ്റിൽ വാങ്ങണേ എന്നുള്ളതാണ് ദ പ്രൈസ് ലെവൽസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ചട്ടപ്പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് 10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്രിപ്റ്റോ അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് വലിയ വലിയ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രിൻസിപ്പളാണ് അവർ ഫോളോ ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുന്നു, വിച്ച് ഈസ് സോ ഗുഡ്. ഓക്കെ, അപ്പം തന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ, കാരണം മൈൻഡ് ഈസ് പവർ. അപ്പോൾ ഇത്തരത്തെ പറ്റി ഞാൻ ജസ്റ്റ് ചാറ്റ് ജിപിടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്കത് ഫുള്ള് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആവും, വിച്ച് ഈസ് ബോറിങ്. ഓക്കെ, കാരണം ടൈം ഈസ് മണി ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം. ബിറ്റ്കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിലെ ഗോൾഡ് ആണ്. ഇറ്റ്സ് എ ഡിജിറ്റൽ ഗോൾഡ്. ഇത്തറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണ്. അതായത് ക്രിപ്റ്റോ കറൻസിയുടെ ഫംഗ്ഷനിങ്ങിന് ഇത്തറിയം എന്തായാലും വേണം. അങ്ങനെയാണ് ഇത്തറിയത്തിന് കോഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മുടെ ഇത്തറിയത്തിൻ്റെ ഫൗണ്ടേഷൻ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് മന്തിൽ, അതായത് ഇത്തറിയത്തിൽ പ്രൈവസി ലെയർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ വിച്ച് ഈസ് കൈൻഡ് ഗുഡ്. അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രൈവസി ലെയേഴ്സ് ഉള്ള വേറെ കുറേ ബ്ലോക്ക് ചെയിനുകളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, വിച്ച് ഈസ് ഓൾസോ എൻ ആൾട്ടർനേറ്റീവ്. പക്ഷെ അതാണ് ഇപ്പം ഇനി മുന്നോട്ട് വെച്ച ആശയം. അതിനെ കൺഫേം ചെയ്യാനായിട്ട് ഇന്നലെ US അതിൻ്റെതായിട്ടുള്ളൊരു റെഗുലേഷൻസ് പാസ്സായിട്ടുണ്ട് റിഗാർഡിങ് പ്രൈവസി. ഓക്കെ, പിന്നെ ഈ തെറിയത്തിൻ്റെ പ്രൈസ് പ്രിഡിക്ഷൻ ഇൻ ദ 10 years അക്കോർഡിംഗ് ടു ChatGPT ആണ് 100% ശരിയാവണമെന്നില്ല. ബൈ 2030 $10,000, 2035 $19,000, അങ്ങനെ ഒരുപാട് പ്രൈസ് മോഡൽസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ള് വായിക്കാവുന്നതാണ് ഇഫ് യു വാണ്ട് ടു. പക്ഷേ ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ അതുപോലെ തന്നെ ഇത്തറിയം ദേ ആർ സോ ചീപ്പ് റൈറ്റ് നൗ അറ്റ് ദ മാർക്കറ്റ് കമ്പയർ ടു 10 years പ്രൈസ്, ഫോർകാസ്റ്റ് ചെയ്ത പ്രൈസ് അനുസരിച്ച്. സോ ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും 10 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് ആസ് പെർ അനാലിറ്റിക്സ് പറയുന്നത്, വിച്ച് ഐ ബിലീവ് ഇൻ ഇറ്റ് ആസ് വെൽ അക്കോർഡിംഗ് ടു സർട്ടൻ ചേഞ്ചസ് ഇൻ ദി ജിയോപൊളിറ്റിക്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് റിഗാർഡിങ് ക്രിപ്റ്റോ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ചീപ്പ് ഫോർ ഇത്തറിയം. ഇനി നമുക്ക് പ്രൈസ് അനാലിസിസിലോട്ട് കടക്കാം. ഇപ്പോൾ കടക്കുകയാണെങ്കിൽ ഇത്തറിയത്തിന് ചാർട്ട് എടുക്കുകയാണ് ഞാൻ. 4 hour എന്നുള്ളത് മാറ്റിയിട്ട് ഏകദേശം വീക്കിലി ബേസിസിൽ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാണ്, സോ യു ക്യാൻ ഗെറ്റ് എ ക്ലിയർ പിക്ചർ. ഓക്കെ, ഇത് 2017 തൊട്ടുള്ള ചാർട്ടാണ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ഡേ ഇറ്റ് വാസ് ഫൗണ്ടഡ്. ഓക്കെ, എനിവേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം വീക്കിലിയിൽ ഇത്തറിയം ഓവർ സോൾഡ് ആണ്. ഇത് RSI ഇൻഡിക്കേറ്റർ ആണ് താഴെ കാണുന്നത്. അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതായത് ഈ ഒരു ക്രിപ്റ്റോൻ്റെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് മാർക്കറ്റ് കയറാനുള്ള ചാൻസസ് ആർ മച്ച് ഹയർ. ഓക്കെ, അത് കാരണത്താൽ അതിൻ്റെ റിസംബ്ലൻസ് ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ക്രിപ്റ്റോ മാർക്കറ്റ് ഈസ് ബൂമിങ് റൈറ്റ് നൗ ആസ് വി സ്പീക്ക്. അപ്പോൾ നമ്മുടെ പ്രൈസ് ലെവലോട് ചെക്ക് കഴിഞ്ഞാൽ 1940 നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇത്തറിയത്തിൽ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1500 ആ ഒരു റേഞ്ചിൽ അതായത് 1400 1600 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്തറിയം ഈസ് ഓവർസോൾഡ്. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, കാരണം സ്റ്റിൽ ഈസ് ഓവർസോൾഡ്. കാരണം നിങ്ങൾക്കിത് കാണാം വീക്കിലി RSIയിൽ ഇത് ഓവർസോൾഡ് ആണെങ്കിൽ യു ഹാവ് എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. 1500 നിന്ന് നേരെ 4800, അതായത് 3 times ദ മണിയാണ് ഏകദേശം വിത്തിൻ ജൂലൈ ടു സെപ്റ്റംബർ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം റിലേറ്റീവ്ലി ഈ ഒരു ലോവറിൽ നിന്ന് ഒരൊറ്റ കയറ്റം, അതായത് 1400 നിന്ന് 3800. അപ്പം നല്ലൊരു ഏകദേശം മോർ ദാൻ ഡബിൾ ആയിട്ടാണ് വിത്തിൻ കപ്പിൾ ഓഫ് മന്ത്സ് നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഓവർ സോൾഡ് ആണ് ഇത്തരത്തിൻ്റെ പ്രൈസ് എടുക്കുന്നത്. സോ വരും മാസങ്ങളിൽ ചിലപ്പോൾ might take 1 or 2 years ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിൻ്റെ പ്രൈസ് 7500 ആ റേഞ്ചിലോട്ട് എത്താനായിട്ട് ചാൻസസ് ആർ ഹൈ. കാരണം അതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ
ഫോർ ഇത്തേറിയം. ലാസ്റ്റ് ഇയർ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ കമ്മിങ് ഇയേഴ്സ് ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം വി ക്യാൻ സീ ദ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഇൻ ദ ക്രിപ്റ്റോ മാർക്കറ്റ്. ഇത്തേറിയത്തിലല്ല ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പാൻഷൻ. അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ആ ഒരു എക്സ്പാൻഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ സൂം ഇൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെയാണ് ഞാൻ എൻ്റെ പർച്ചേസ് ഓർഡറുകൾ വെക്കാം. അതായത് 1400, 1600 ആ റേഞ്ചിൽ ഞാൻ നല്ലൊരു പർച്ചേസിങ് ഓർഡർ വയ്ക്കും. ഇപ്പം എനിക്കൊരു ഓർഡർ ഉണ്ട്, പക്ഷേ ഞാൻ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ബെയറിഷ് ആയ കാരണത്താൽ എൻ്റെ സെൽ ഓർഡറുകൾ ഞാനിവിടെ 2400, 2300 ആ റേഞ്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2300 ആ റേഞ്ചൊക്കെ ആകുമ്പോൾ ഞാൻ ഷോർട്ട് വിളിക്കും. അതുപോലെ തന്നെ എൻ്റെ ഉള്ള ഈ ത്രീത്തിൻ്റെ ബാക്ക് ഞാൻ കുറയ്ക്കും. അങ്ങനെ എൻ്റെ പോർട്ട്ഫോളിയോ ഡീറിസ്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിയതിന് ശേഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ ഞാൻ ബിറ്റ്കോയിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് വെൻ ഐ എം ബൈങ് ബിറ്റ്കോയിൻ. ആ ഒരു സമയം തന്നെ ആയിരിക്കും ഏകദേശം ഇത്തേറിയം വാങ്ങാനുള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു ഓവറോൾ പിക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിങ് ഇത്തേറിയം. ഇത്തേറിയത്തിന് നല്ലൊരു ശുഭപ്രതീക്ഷ ഞാൻ കാണുന്നുണ്ട് ഇൻ കമ്മിങ് മന്ത്സ് ആൻഡ് ഇയേഴ്സ് എന്ന് കരുതിയിട്ട് ഇപ്പം കുറച്ച് ദുഃഖിച്ചാലും ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഫോർ ഇത്തേറിയം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. കാരണം ഇതൊരു പുതിയൊരു ഇൻഡസ്ട്രിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്കും പീസ് ഔട്ട്.